പ്രിയ വിദ്യാർത്ഥികളെ, ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സിൻ്റെ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഇതുവഴി ഉണ്ടാവുന്ന EMF, പ്രേരിത EMF, ഇൻഡ്യൂസ്ഡ് EMF വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ, ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അതുപോലെ AC DC, പിന്നെ AC ജനറേറ്റർ, AC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഗ്രാഫ്, AC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രേരിതാവുന്ന EMFൻ്റെ ഗ്രാഫ്, അതുപോലെ ടൈം പീരീഡ്, ആവൃത്തി, പരിവൃത്തി, ഈ കാര്യങ്ങളൊക്കെ, അതായത് ഫ്രീക്വൻസി ആൻഡ് സൈക്കിൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് DC ജനറേറ്റർ, പിന്നെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ്റെ ബേസിൽ, സെൽഫ് ഇൻഡക്ഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ടർ, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൂവിങ് കോയിൽ മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പവർ പ്രേഷണം, പവർ ട്രാൻസ്മിഷൻ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഇത്രയും ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഹവർ മീറ്റർ. നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ, ഗൃഹവൈദ്യുതീകരണത്തിൽ പോസ്റ്റിൽ നിന്ന് വരുന്ന 2 വയർ, ലൈവ് ലൈനും ന്യൂട്രൽ ലൈനും ആദ്യം നമ്മൾ കണക്ട് ചെയ്യുക വാട്ട് ഹവർ മീറ്ററിലേക്കാണ്. അപ്പോൾ ഈ വാട്ട് ഹവർ മീറ്ററിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. വാട്ട് ഹവർ മീറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം, ഇലക്ട്രിക്കൽ എനർജി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാട്ട് ഹവർ മീറ്റർ. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക്കൽ എനർജി. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് ഹവർ മീറ്റർ. ഓക്കെ, നമ്മളെ വീട്ടിലൊക്കെ KCB നമുക്ക് വൈദ്യുതി തരും, ഇലക്ട്രിക്കൽ എനർജി നമുക്ക് തരും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബില്ലടക്കണം. അപ്പോൾ നമ്മൾ എത്ര വൈദ്യുതോർജ്ജം ഉപയോഗിച്ചു, എത്ര ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൺസ്യൂം ചെയ്തു എന്ന് മെഷർ ചെയ്യുക ഈ വാട്ട് ഹവർ മീറ്ററാണ്. അപ്പോൾ KCB എന്നുള്ള ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ആ മീറ്റർ നോക്കിയിട്ട് റീഡിങ്, നമ്മൾ എത്ര വൈദ്യുതോർജ്ജം ഉപയോഗിച്ചു എന്ന് എഴുതും. അതിനനുസരിച്ച് നമ്മൾ ബില്ല് അടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വൈദ്യുതോർജ്ജം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് ഹവർ മീറ്റർ. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇനി ഈ വാട്ട് ഹവർ മീറ്ററിൽ വൈദ്യുതോർജ്ജം അളക്കുന്നത്, നമുക്കറിയാം ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഊർജത്തിൻ്റെ SI യൂണിറ്റ്, അത് ഏത് എനർജി ആണെങ്കിലും, ഏത് ഊർജ്ജരൂപമാണെങ്കിലും അതിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. എന്നാൽ വാട്ട് ഹവർ മീറ്റർ ഊർജം മെഷർ ചെയ്യുന്നത്, വൈദ്യുതോർജ്ജം അളക്കുന്നത് ജൂളിലല്ല, കിലോ വാട്ട് ഹവർ എന്നുള്ള യൂണിറ്റിലാണ്. അപ്പോൾ വാട്ട് ഹവർ മീറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക്കൽ എനർജി. ഇതിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോ വാട്ട് ഹവർ ആണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. ഓക്കെ, വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ. ഇറ്റ് ഈസ് എ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. kWh or kilowatt hour is the commercial unit of electrical energy. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഉപകരണം ഇത്ര സമയം അല്ലെ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യിപ്പിച്ചാൽ എത്ര എനർജി അത് ഉപയോഗിക്കും, കൺസ്യൂം ചെയ്യും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ്റെ സഹായത്തോടെ. അപ്പോൾ കിലോ വാട്ട് അവറിലെ എനർജി അല്ലെങ്കിൽ kWhലുള്ള ഊർജം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് പവർ ഇൻറ്റു ടൈം ബൈ 1000, പവർ ഇൻറ്റു സമയം ബൈ 1000. ഓക്കെ, ഇതിൽ നമ്മൾ പവർ എടുക്കേണ്ട, ഉപകരണത്തിൻ്റെ പവർ എടുക്കേണ്ട വാട്ട് എന്നുള്ള യൂണിറ്റിലാണ്. വാട്ട് എന്നുള്ള യൂണിറ്റിലെ പവർ ഇൻറ്റു സമയം ടൈം എടുക്കേണ്ട ഹവർ, മണിക്കൂറിലാണ്. ഓക്കെ, അപ്പോൾ kWhലുള്ള ഊർജം നമുക്ക് കിട്ടണമെങ്കിൽ സമയം നമ്മൾ ഏതിലെടുക്കണം? ഹവറിലെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 1000, 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A grinder of power 750 watt works for 2 hours. Calculate the energy consumed. അതായത് 750 വാട്ട് പവറുള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജം കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പവറും ടൈമും ഗിവണാണ്. പവർ 750 വാട്ടാണ്, 750 വാട്ടാണ്. സമയം 2 മണിക്കൂറാണ്.
ഓക്കെ, നമ്മൾ ഇക്വേഷൻ KWHലുള്ള ഊർജ്ജം കണ്ടെത്താനുള്ള ഇക്വേഷൻ എനർജി ഇൻ KWH ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ബൈ 1000. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പവർ വാട്ടിലുള്ള പവറാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം മണിക്കൂർ, ഹവർ മണിക്കൂറിലുള്ള ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് ബൈ 1000 ചെയ്താലേ നമുക്ക് ഏത് കിട്ടുള്ളൂ, KWH ഉള്ള ഊർജ്ജം എനർജി ഇൻ KWH കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പവർ 750 ആണ്, 750 ഇൻറ്റു ടൈം 2 ആണ്, രണ്ടും വാട്ടും ആണ് മണിക്കൂറാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി ബൈ 1000. ഓക്കെ, ഇനി നമുക്കറിയാം 750 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 750 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1500 ആണ്. 1500 ബൈ 1000. ഇതിനെ 2 0 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 15/10 15/10 എന്ന് ചെയ്താൽ നമുക്ക് 1.5 ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1.5 അഥവാ 1.5 ആണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് KWH ആണ്. KWHലുള്ള കിലോ വാട്ട് ഹവറിലുള്ള ഊർജ്ജമാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് കിട്ടിയ യൂണിറ്റ് KWH, ഇതാണ് ആൻസർ, 1.5 യൂണിറ്റ്. ഈ KWH എന്നുള്ളതിനെ നമ്മൾ യൂണിറ്റ് എന്നും കൂടെ പറയും. ഇത്ര യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉപയോഗിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് KWHലുള്ള ഊർജ്ജം കണ്ടെത്തുകയാണ്. ഓക്കെ ആണോ? KWH എന്നുള്ള യൂണിറ്റിനെ മറ്റൊരു പേരും കൂടെ പറയും, യൂണിറ്റ് എന്നും കൂടെ പറയും. ഓക്കെ, KWH എന്ന് പറഞ്ഞാലും യൂണിറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ എ ഹൗസ് 5 CF lamps of each 20 watt works for 4 hours and 4 fans each of 60 watt works for 5 hours and a TV of 100 watt works for 4 hours in a day. What will be the daily consumption shown by the watt hour meter? അതായത് ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ 5 CF ലാമ്പുകൾ 4 മണിക്കൂറും 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂറും 100 വാട്ടിൻ്റെ ഒരു TV 4 മണിക്കൂറും പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുത്തതാണിത്, ശ്രദ്ധിക്കുക. നോക്കുക, 20 വാട്ടിൻ്റെ 5 CFLകൾ 20 വാട്ടിൻ്റെ 5 CFLകൾ 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 100 വാട്ടിൻ്റെ ഒരു TV 100 വാട്ടിൻ്റെ ഒരു TV 4 മണിക്കൂറുമാണ് ആ വീട്ടിൽ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ വീട്ടിലത്തെ വാട്ട് അവർ മീറ്ററിൽ ഒരു ദിവസം കാണിക്കുന്ന ഡെയിലി കൺസപ്ഷൻ, ഒരു ദിവസം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ്, ഇത് കണ്ടെത്താനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം KWHലുള്ള ഊർജ്ജം കാണാനുള്ള സമവാക്യം എന്താ? പവർ ഇൻറ്റു സമയം. സമയം ഏത് യൂണിറ്റിൽ എടുക്കണം? മണിക്കൂറിലെടുക്കണം. ബൈ 1000. ഇതാണ് ഇക്വേഷൻ ശ്രദ്ധിക്കുക. KWHലുള്ള ഊർജ്ജം സമം പവർ ഇൻറ്റു സമയം ബൈ 1000. പവർ വാട്ടിലെടുക്കണം, സമയം മണിക്കൂറിലെടുക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഉപകരണമല്ല, കുറേ ഉപകരണങ്ങളുണ്ട്. ഒരു ഉപകരണം തന്നെ 5 എണ്ണം 4 എണ്ണം 1 അങ്ങനെ പല എണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒരുമിച്ച് ചെയ്യുക, 2 രീതിയിൽ ചെയ്യുക. ഒന്ന്, ആദ്യം CFL 5 CFL ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം കാണുക, 4 ഫാൻ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം കാണുക, TV ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം കാണുക, 3ഉം കൂടെ ആഡ് ചെയ്യുക. അത് ഒരുമിച്ചും ചെയ്യുക. എങ്ങനെ ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുക. നമ്മൾ ഒരുമിച്ച് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ CFLൻ്റെ പവർ 20 വാട്ടാണ്. CFL വർക്ക് ചെയ്യുന്ന സമയം 4 മണിക്കൂറാണ്. അപ്പോൾ ബൈ 1000. ഇത് ചെയ്താൽ ഒരു CFL ഉപയോഗിക്കുന്ന KWH ഉള്ള ഊർജ്ജം കിട്ടും. ഓക്കെ, എനർജി ഇൻ KWH കാണാനുള്ള ഇക്വേഷൻ പവർ ഇൻറ്റു സമയം ബൈ 1000. CFLൻ്റെ പവർ 20 ആണ്. ഇൻറ്റു 4 സമയം 4 മണിക്കൂറാണ് ബൈ 1000. ഇപ്പോൾ ഒരു CFL ഒരു ദിവസം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം ഇലക്ട്രിക്കൽ എനർജി നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇങ്ങനത്തെ 5 CFLകളുണ്ട്. അപ്പോൾ ഇൻറ്റു 5 എന്ന് ചെയ്യാം. അപ്പോൾ 5 CFLൻ്റെത് കിട്ടി. ഇനി പ്ലസ് ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഫാനിൻ്റെത് എഴുതാം. ഫാനിൻ്റെ പവർ
60 വാട്ടാണ്, 60 ആണ്, ഇൻറ്റു ഫാൻ വർക്ക് ചെയ്യുന്ന സമയം 5 ആണ്, ബൈ 1000. ഇത് ചെയ്താൽ നമുക്ക് ഒരു ഫാനിൻ്റെ അത് കിട്ടി. അങ്ങനത്തെ 4 ഫാനുണ്ട്. അപ്പോൾ ഇൻറ്റു 4 ചെയ്യാം. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് ടി വിൻ്റെ പവർ കാണണം. ടി വിൻ്റെ എനർജി, ടി വി ഉപയോഗിക്കുന്ന ഊർജം കണ്ടെത്തണം. ടി വിൻ്റെ പവർ 100 ആണ്, ഇൻറ്റു അത് വർക്ക് ചെയ്യുന്ന സമയം 4 മണിക്കൂറാണ്, ബൈ 1000. ഇതിപ്പോൾ ഒരു ടി വിൻ്റെതായ ഇങ്ങനത്തെ നമ്മൾ ഈ വീട്ടിൽ ഒരു ടി വിയാണ് ഉപയോഗിക്കണം. അപ്പോൾ ഇൻറ്റു 1. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 20 × 4 20 × 4 നമുക്കറിയാം 80 ആണ്. അപ്പോൾ 80 × 5 ബൈ 1000 പ്ലസ് 60 × 5 5 × 6 ചെയ്താൽ 30 കിട്ടും. അപ്പോൾ 300, ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, അപ്പോൾ 300 × 4 ബൈ 1000 പ്ലസ് 100 × 4 ചെയ്താൽ 400 ബൈ 1000 400 ബൈ 1000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 80 × 5 80 × 5 ചെയ്യണം. 8 × 5 40 ആണ്. അപ്പോൾ നമുക്ക് 400 ബൈ 1000 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് 300 × 4 ചെയ്യണം. 3 × 4 12 ആണ്, പിന്നെ 2 0 ഇട്ട് കൊടുക്കുക, ബൈ 1000 പ്ലസ് 400 ബൈ 1000. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡിനോമിനേറ്റർ, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ ഛേദം തുല്യമാണ്. അപ്പോൾ ഛേദം തുല്യമാണ്, നമുക്ക് ഇവയെ എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ 400 പ്ലസ് 1200 1200 പ്ലസ് 400 ചെയ്താൽ 1600 കിട്ടും. 1600 പ്ലസ് 400 ചെയ്താൽ 2000 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 2000 ബൈ താഴെ എല്ലാത്തിൻ്റെയും 1000 ആണ്. അപ്പോൾ താഴെ 1000 എന്ന് കൊടുക്കുക. ഓക്കെ, 2000 ബൈ 1000 2000 ബൈ 1000 ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടുക, 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ വീട്ടിൽ ഒരു ദിവസം ഈ ഉപകരണങ്ങളെല്ലാം കൂടെ എത്രയും സമയം വർക്ക് ചെയ്താൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് 2 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 2 kWh ആണ്. ഓക്കെ, 2 യൂണിറ്റ്. ഇവിടെ യൂണിറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ kWh എന്ന് എഴുതാം, രണ്ടും ശരിയാണ്. ഇത് ഒരു ദിവസത്തെ ഊർജ്ജമാണ്. ചില ക്വസ്റ്റ്യനിൽ ഒരു മാസത്തേക്ക് കാണാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 × 30 ചെയ്യാം. 30 ദിവസമാണല്ലോ ഒരു മാസം. അപ്പോൾ 2 × 30 2 × 30 2 × 30 ചെയ്താൽ ഒരു മാസത്തേക്കുള്ളത് കിട്ടും. ചില സമയത്ത് ഒരു മാസത്തേക്ക് 5 രൂപ നിരക്കിൽ എത്ര രൂപ അടയ്ക്കേണ്ടി വരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2 × 30 ചെയ്താൽ ഒരു മാസത്തെ ഊർജം കിട്ടും, എനർജി കിട്ടും. ഇനി അതിനെ എത്ര രൂപ നിരക്കിലാണോ ക്വസ്റ്റ്യൻ, 5 രൂപ നിരക്കിൽ നിന്നാണ്, ഇൻറ്റു 5 എന്നും കൂടെ ചെയ്താൽ ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ട ബില്ലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഗൃഹവൈദ്യുതീകരണത്തിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ മാർഗങ്ങൾ, അതായത് സേഫ്റ്റി മെഷേഴ്സ് യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. നമ്മൾ വീട്ടിൽ വയറിങ് ചെയ്യുന്ന സമയത്ത്, വൈദ്യുതീകരണം നടത്തുന്ന സമയത്ത് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി, സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രധാനമായിട്ട് 4 മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഒന്ന് സേഫ്റ്റി ഫ്യൂസ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച സേഫ്റ്റി ഫ്യൂസ്. രണ്ടാമത്തത് ELCB, നമ്മൾ ഗൃഹവൈദ്യുതീകരണത്തിൽ മെയിൻ സ്വിച്ചിന് ശേഷം പറഞ്ഞ ELCB. ദെൻ MCB, അതുപോലെ 3-pin പ്ലഗ്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ELCB എന്ന് പറഞ്ഞാൽ, ELCBക്ക് പകരം നമ്മൾ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കൽ RCCB ആണ്. ഈ 4 സുരക്ഷാ സംവിധാനങ്ങൾ, ഒന്ന് സേഫ്റ്റി ഫ്യൂസ്, 2 ELCB അല്ലെങ്കിൽ RCCB, 3 MCB, 4 3-pin പ്ലഗ്. ഇതിൽ ഫസ്റ്റ് ഒന്നാമത്തത് സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമുക്കറിയാം സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ പാർട്ട്, ഇതിൻ്റെ പ്രധാന ഭാഗം ഫ്യൂസ് വയറാണ്. ടിന്ന്, ലെഡ്, ലോഹ സങ്കര ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കുക. ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയാണ് ഫ്യൂസ് വയർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രധാന ധർമ്മം, ഫ്യൂസ് വയറിൻ്റെ പ്രധാന പ്രത്യേകത, അതിന് മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം വളരെ കുറവാണ്. ഇനി ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ് ശ്രദ്ധിക്കുക. സുരക്ഷാ ഫ്യൂസിൻ്റെ വർക്കിംഗ്, അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഓവർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സിറ്റുവേഷനിൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. വെൻ ഓവർ കറണ്ട് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട്, the fuse wire get heated and breaks the circuit, get heated and melts
then break the circuit, so the current stops in the circuit, hence the safety is ensured. അതായത് ഓവർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സിറ്റുവേഷനിൽ, അമിത വൈദ്യുത പ്രവാഹം ഒഴുകുന്ന സമയങ്ങളിൽ ഫ്യൂസ് വയറിൽ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഉരുകി പൊട്ടി വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്ങോ അല്ലെ മറ്റേതെങ്കിലുമൊക്കെ കാരണം ഓവർ കറണ്ട് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്താൽ അത് നമ്മളെ വീട്ടിലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെ അത് ഉപയോഗിക്കണം നമ്മൾക്കൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്. ഇതിൽ രണ്ടാമത്തെ സേഫ്റ്റി മെഷർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സുരക്ഷാ മാർഗ്ഗമാണ് MCB. MCBൻ്റെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഈ ഫുൾ ഫോം ചില എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇനി ഇതിൻ്റെ ധർമ്മം, ഇതിൻ്റെ ഫങ്ഷൻ, ഇതിൻ്റെ വർക്കിംഗ് നമ്മളെ സേഫ്റ്റി ഫ്യൂസിൻ്റെ അതേ വർക്കിംഗ് ആണ്. സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്ന ഒരു സ്വിച്ചാണ് MCB. ഓക്കെ, നമ്മൾ വീട്ടിലൊക്കെ ബ്രേക്കർ എന്ന് പറയുന്ന ആ ഓരോ സ്വിച്ച് ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഷോർട്ടാവേ ഓവർലോഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ബ്രേക്ക് ആവുന്ന ബ്രേക്കർ, അതിനെയാണ് നമ്മൾ MCB എന്ന് പറയും. ഓക്കെ, ഈ MCBയുടെ വർക്കിംഗ് അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്ന സ്വിച്ചാണ് ആര്? MCB. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് സ്വിച്ച് ഓഫ് ഓട്ടോമാറ്റിക്കലി വെൻ ദർ ഈസ് എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട്. സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായി സ്വയം നിയന്ത്രിതമായി ഓഫാകുന്ന സ്വിച്ചാണ് MCB. ഇത് വർക്ക് ചെയ്യുന്നത് വൈദ്യുതിയുടെ കാന്തിക ഫലവും താപഫലവും പ്രയോജനപ്പെടുത്തിയിട്ടാണ് MCB വർക്ക് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാന്തിക ഫലം മാത്രമല്ല, കാന്തിക ഫലവും താപഫലം പ്രയോജനപ്പെടുത്തിയിട്ടാണ് MCB വർക്ക് ചെയ്യുന്നത്. MCB വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ആൻഡ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നെക്സ്റ്റ്, MCBക്ക് സേഫ്റ്റി ഫ്യൂസിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസിനേക്കാളുള്ള അഡ്വാൻറ്റേജ്, ഗുണമേന്മ. ഈ MCBൻ്റെ പ്രത്യേകത, MCB ഓഫായാൽ നമുക്ക് വീണ്ടും ഓണാക്കി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഫ്യൂസ് വയർ അത് ഉരുകി പൊട്ടിയാൽ പുതിയൊരു ഫ്യൂസ് വയർ എടുത്ത് പുതിയതായിട്ട് ഘടിപ്പിച്ചാൽ മാത്രമേ പിന്നീട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നെ ഹൈലി സെൻസിറ്റീവാണ്. ചെറിയ മാറ്റങ്ങൾ കാരണം MCB ഓഫാവും. എന്നാൽ ഫ്യൂസ് വയർ ഉരുകണേ പെട്ടെന്ന് ചെറിയ മാറ്റങ്ങൾക്കൊന്നും ഫ്യൂസ് വയർ എന്ത് ചെയ്യൂല? ഉരുകൂല. നെക്സ്റ്റ്, നമ്മൾ ഗ്രഹവൈദ്യുതീകരണത്തിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത സുരക്ഷാ സംവിധാനം രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ സുരക്ഷാ സംവിധാനമാണ് ELCB. ELCBൻ്റെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഓക്കെ, ELCBൻ്റെ ഫുൾ ഫോം ശ്രദ്ധിക്കുക, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇനി ഇൻസുലേഷൻ തകരാറ് കാരണം അല്ലെ മറ്റേതെങ്കിലും കാരണം കറണ്ട് ലീക്ക് സർക്യൂട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്ന ഒരു സംവിധാനമാണ് ELCB. ഓക്കെ, ELCB helps to break the circuit automatically when there is current leak due to insulation failure or any other reasons. അതായത് ഇൻസുലേഷൻ തകരാറ് കാരണം അല്ലെ മറ്റേതെങ്കിലും കാരണം കറണ്ട് ലീക്ക് സർക്യൂട്ടിൽ ഉണ്ടായി സങ്കല്പിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്ന ഒരു സംവിധാനമാണ് ELCB. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സാധാരണ ബ്രേക്കർ ബോർഡിൽ ഉണ്ടാവുന്ന ബ്രേക്കറിൽ ഒരു റെഡ് കളറിലൊക്കെ ആയിട്ട് കുറച്ച് വലിയൊരു ബ്രേക്കർ ഉണ്ടാവും, അതാണ് ELCB. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഉപകരണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ കറണ്ട് വയറോ അല്ലെ ഏതെങ്കിലും കണക്ഷനുമായിട്ട് വന്ന് നമുക്ക് കറണ്ട് നമ്മളെ ബോഡി കൂടെ ഫ്ലോ ചെയ്താൽ ആ കറണ്ട് ലീക്ക് ആവുകയാണ്, അല്ലെങ്കിൽ എർത്ത് വയറിലൂടെ കറണ്ട് ലീക്കായാൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്ന സംവിധാനമാണ് ELCB. ഓക്കെ, എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനം RCCB ആണ്. RCCBൻ്റെ പ്രത്യേകത ELCBയേക്കാൾ ഒന്നുകൂടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ് RCCB. Nowadays we use RCCB instead of ELCB which ensure more safety. ELCBയേക്കാൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന RCCB ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, RCCBൻ്റെ ഫുൾ ഫോം റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഇത് ടെക്സ്റ്റിലില്ല, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ്, നാലാമത്തെ സുരക്ഷാ സംവിധാനം. നമ്മൾ 3 സുരക്ഷാ സംവിധാനങ്ങൾ പറഞ്ഞു. നാലാമത്തെ സേഫ്റ്റി മെഷർ 3-pin പ്ലഗ്. ഓക്കെ, നമ്മൾ ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സിൽ അല്ലെ അങ്ങനെ കുറച്ച് പവർ കൂടിയ ഇൻസ്ട്രുമെൻസിലൊക്കെ നമുക്കറിയാം 3-pin പ്ലഗ് ഉണ്ടാവുക ഈ രൂപത്തിൽ.
നോക്കുക, ഇങ്ങനെ കാണുന്ന 3 പിൻ പ്ലഗ് ഇത് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 3 പിൻ പ്ലഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് വണ്ണം കൂടിയ, നീളം കൂടിയ, തിക്നെസ് കൂടിയ, ലെങ്ത്ത് കൂടിയ ഒരു പിൻ ഉണ്ടാവും. 3 പിൻ ഉണ്ടാവും. അതിൽ 2 സാധാ പോലെ തിക്നെസ് ഉണ്ടാവും. ഒന്നിന് വണ്ണം കനം കൂടുതലായിരിക്കും, അതിന് ലെങ്ത്ത് നീളം കൂടുതലായിരിക്കും. ആ പിന്നിന് നമ്മൾ എർത്ത് പിന്നാ പറയുക, എന്നാണ് പറയുക. ഓക്കെ, ഈ എർത്ത് പിന്നെന്ന് വരുന്ന ലൈന് അത് നമ്മൾ ഉപകരണത്തിൻ്റെ ലോഹ ചട്ടക്കൂട് മെറ്റാലിക് കേസുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് നമ്മളെ അയൺ ബോക്സ് ആണ് സങ്കല്പിക്കുക. ഇത് അയൺ ബോക്സിൻ്റെ ഉൾഭാഗത്തുണ്ടാവുന്ന നിക്രോം കോയിൽ. സാധാരണ കേസിൽ ഈ അയൺ ബോക്സ് ഹീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഇതിനെ ഫേസും ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്യും. ഫേസും ന്യൂട്രലും, ഇത് ലൈവ് ലൈനാണ്, ഇത് ന്യൂട്രലാണ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈവ് ലൈൻ കൂടെ കറണ്ട് വന്ന് നിക്രോമിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാരണം ഈ മെറ്റാലിക് കേസ്, മെറ്റാലിക് ബോഡി ഹീറ്റ് ആവും. നമ്മളെ ഡ്രസ്സൊക്കെ നമുക്ക് അയൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വരുന്ന കറണ്ട് ഇതിലൂടെ റിട്ടേൺ ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവിടെ നമ്മൾ ഈ കണക്ഷൻ കൊടുക്കണ ഇവിടെ അല്ലെ ഏതെങ്കിലും കേസിൽ ഈ മെറ്റാലിക് കേസുമായിട്ട് ഒരു വയർ കോണ്ടാക്റ്റിൽ വന്നു സങ്കല്പിക്കുക. നമ്മളിത് ടച്ച് ചെയ്യുന്ന സമയത്ത് കറണ്ട് നമ്മളെ ബോഡി കൂടെ എർത്തേക്ക് ഫ്ലോ ചെയ്യും. അതായത് നമുക്ക് ഷോക്ക് അടിക്കും. ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് മെറ്റാലിക് കേസുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ലോഹ ചട്ടക്കൂടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് 3 പിൻ പ്ലഗ്. ഇതിലെ വലിയ തിക്നെസ് കൂടിയ, നീളം കൂടിയ, തിക്നെസ് കൂടിയ പിന്നിനെ എർത്ത് പിന്ന് വിളിക്കും. ലെങ്ത്ത് കൂടിയ, തിക്നെസ് കൂടിയ പിന്നാണ് എർത്ത് പിൻ. ഈ പിന്നിൽ നിന്നുള്ള വയർ നമ്മൾ കണക്ട് ചെയ്യുക ഇതിൻ്റെ ലോഹ ചട്ടക്കൂടുമായിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പ്ലഗിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇതിനെ സോക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത്, 3 പിൻ പ്ലഗിനെ സോക്കറ്റിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ന്യൂട്രൽ ഇങ്ങോട്ടും ഫേസ് ഇങ്ങനെയും കണക്ഷനിൽ, ഇത് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണക്ഷനിൽ വരും. അതായത് എർത്ത് പിൻ കണക്ഷനിൽ വരിക എർത്ത് ലൈനുമായിട്ടാണ്. എർത്ത് ലൈനിൻ്റെ പ്രത്യേകത ഇത് കോപ്പർ വയറായിരിക്കും. അതുപോലെ തിക്നെസ് കൂടുതലാണ്, വണ്ണം കൂടുതലാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇതിന് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, പ്രതിരോധം കുറവായിരിക്കും. ഓക്കെ, എർത്ത് വയറിൻ്റെ പ്രത്യേകത തിക്നെസ് കൂടുതലാണ്, കോപ്പർ വയറാണ്, അതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് കുറവാണ്. മറ്റു 2 വയറിനേക്കാൾ റെസിസ്റ്റൻസ് കുറവാണ് ഈ വയറിന് ഉണ്ടാവുക. ഇനി നമ്മൾ സ്വിച്ച് ഓണാക്കി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വയർ ഈ മെറ്റാലിക് കേസ് ലോഹ ചട്ടുകൂടുമായി കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഈ ഉപകരണം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ബോഡി ഈ മെറ്റലുമായിട്ട്, ലോഹമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഇവിടെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇതിലൂടെ വന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാം. ഓക്കെ, ഈ പാത്ത് ഇത് നിക്രോമാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കറണ്ട് ആ പാത്ത് സെലക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. രണ്ടാമത്തെ പാത്ത് നമ്മളെ ബോഡിയും റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എന്നാൽ ഇവിടെ നോക്കുക, എർത്ത് പിന്നുണ്ട്, എർത്ത് പിന്നുമായിട്ട് കണക്ഷനിൽ വരുന്ന എർത്ത് ലൈന്, ഇതിന് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ കറണ്ട് സെലക്ട് ചെയ്യുക ഏത് പാത്താ? റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്ത്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മളെ ബോഡി കൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂല, നമ്മൾ സേഫ് ആവും. ഇതാണ് 3 പിൻ പ്ലഗിൻ്റെ വർക്കിംഗ്. ഇനി മറ്റൊരു സേഫ്റ്റിയും കൂടെ ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. ഈ കറണ്ടൊക്കെ വരിക ഫേസ് കൂടെയാണ്. ഈ കറണ്ടൊക്കെ വരുന്നത് ലൈവ് ലൈൻ കൂടെയാണ്, ഫേസ് ലൈനിലൂടെയാണ്. ഈ ഫേസിലാണ് നമ്മൾ MCBയും സേഫ്റ്റി ഫ്യൂസൊക്കെ കൊടുത്ത്. അപ്പോൾ കറണ്ട് ഓവറായിട്ട് കൂടുമ്പോൾ, ഒരു പരിധി ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് കറണ്ട് കൂടുന്ന സമയത്ത് MCB ബ്രേക്ക് ആവും, അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് ബ്രേക്ക് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? സേഫ്റ്റി എൻഷുർ ചെയ്യും, സുരക്ഷ ഉറപ്പാക്കും. പിന്നെ നമ്മൾ ആ സേഫ്റ്റി ഫ്യൂസ് ബ്രേക്കറൊക്കെ ശരിയാക്കിയതിന് ശേഷം ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് 3 പിൻ പ്ലഗിൻ്റെ വർക്കിംഗ്. നെക്സ്റ്റ്, ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് നോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് ഷോർട്ടാക്കി ഒന്ന് പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിക്കുക. ദ പിൻ E ഓഫ് 3 പിൻ പ്ലഗ് ഓർ എർത്ത് പിൻ ഓഫ് ദി 3 പിൻ പ്ലഗ് ഈസ് കണക്റ്റഡ് ടു ദി മെറ്റാലിക് കേസ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. When the 3 pin plug is inserted in the socket, the earth pin come into contact with earth line. Okay, if the metallic case come into contact with the electrical connection due to any reasons, the current flows to the earth through earth line. As the resistance of earth line is very low, current increases.
When current increases, more heat is generated in fuse wire and it breaks the circuit. So safety is ensured. This is the working of 3-pin plug. ഇനി മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക, 3-pin പ്ലഗിലെ എർത്ത് പിൻ വൈദ്യുത ഉപകരണത്തിൻ്റെ ലോഹ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 3-pin പ്ലഗിനെ സോക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് എർത്ത് പിന്ന് എർത്ത് വയറുമായി ബന്ധത്തിൽ വരുന്നു. എർത്ത് ലൈനിന് പ്രതിരോധം കുറവായതിനാൽ കറണ്ട് കൂടും. ഫ്യൂസ് വയറിൽ അമിതമായി താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഉരുകി പൊട്ടുകയും ചെയ്യും. ഇങ്ങനെ ഉപകരണത്തിൻ്റെയും അത് കൈകാര്യം ചെയ്യുന്ന ആളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതാണ് 3-pin പ്ലഗിൻ്റെ വർക്കിംഗ്. ശ്രദ്ധിക്കുക, എർത്ത് പിന്നിന് 3-pin പ്ലഗിലെ എർത്ത് പിന്നിന് മറ്റു പിന്നുകളേക്കാൾ നീളം കൂടുതലായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. ഇത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയും ശ്രദ്ധിക്കുക. ഈ 3-pin പ്ലഗിനെ നമ്മൾ സോക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഈ സർക്യൂട്ടുമായിട്ട് ആദ്യം കോണ്ടാക്റ്റിൽ വരിക നീളം കൂടിയ എർത്ത് പിന്നാണ്. അപ്പോൾ ആദ്യം സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷമാണ് മറ്റ് 2 പിന്നും കോണ്ടാക്റ്റിൽ വരിക. ഓക്കെ, ഇനി നമ്മൾ സോക്കറ്റിൽ നിന്ന് ഇത് ഊരുന്ന സമയത്ത്, ഈ 3-pin പ്ലഗ് സോക്കറ്റിൽ നിന്ന് ഊരുന്ന സമയത്ത് അവസാനം കണക്ഷൻ ഒഴിവാവുക, അവസാനം ബന്ധം വിച്ഛേദിക്കുക, അതും എർത്ത് ലൈനാണ്. അപ്പോൾ ഇത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും. ശ്രദ്ധിക്കുക, 3-pin പ്ലഗിലെ എർത്ത് പിന്നിന് നീളം കൂടുതലായതിനാൽ സോക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് സർക്യൂട്ടുമായി ആദ്യം ബന്ധത്തിൽ വരുന്നതും സോക്കറ്റിൽ നിന്ന് ഊരുന്ന സമയത്ത് അവസാനം ബന്ധം വിച്ഛേദിക്കുന്നതും എർത്ത് പിന്നായിരിക്കും. ഇത് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ആസ് ദ ലെങ്ത് ഓഫ് എർത്ത് പിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ പിൻസ്, ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് വിച്ച് കം ടു കോണ്ടാക്ട് വിത്ത് ദ സർക്യൂട്ട് ഫസ്റ്റ് വെൻ വി ഇൻസേർട്ട് ദ പിൻ ഇൻ ടു ദി സോക്കറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ദ ലാസ്റ്റ് വിച്ച് ബ്രേക്സ് ദ സർക്യൂട്ട് വെൻ വി റിമൂവ് ദ പിൻ ഫ്രം സോക്കറ്റ്. ഇറ്റ് എൻഷുർ മോർ സേഫ്റ്റി. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എർത്ത് പിന്നിന് മറ്റ് പിന്നുകളേക്കാൾ തിക്നെസ് കൂടുതലായിരിക്കും, അതായത് കനം അല്ലെങ്കിൽ വണ്ണം കൂടുതലായിരിക്കും. എർത്ത് പിന്നിന് തിക്നെസ് കൂടുതലായതിനാൽ അതിന് റെസിസ്റ്റൻസ്, പ്രതിരോധം വളരെ കുറവായിരിക്കും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വൈദ്യുത ബന്ധത്തിൽ ലോഹച്ചട്ടക്കൂട് വന്നാൽ കറണ്ട് പെട്ടെന്ന് പ്രതിരോധം കുറഞ്ഞ മാർഗത്തിലൂടെ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഒഴുകും. ശ്രദ്ധിക്കുക, ഈ എർത്ത് പിന്നിന് മറ്റു പിന്നുകളേക്കാൾ വണ്ണം, തിക്നെസ് കൂടുതലായതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത, വൈദ്യുതിക്ക് പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കാൻ സഹായിക്കും. ആസ് ദ തിക്നെസ് ഓഫ് എർത്ത് പിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ പിൻ, ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ഫോർ ദി കറണ്ട്. ഇതും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും. അതായത് ഈ പിന്നിന് വണ്ണം കൂടുതലായതിനാൽ പ്രതിരോധം കുറവാണ്, അപ്പോൾ കറണ്ട് പെട്ടെന്ന് ഈ എർത്ത് ലൈൻ കൂടെ ഭൂമിയിലേക്ക് ഒഴുകും, നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യത കുറയും. ഇനി ശ്രദ്ധിക്കുക, ഇത്രയൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഗൃഹവൈദ്യുതീകരണത്തിൽ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ ഉണ്ടെങ്കിലും നമുക്ക് ഷോക്ക് അടിക്കാൻ വീണ്ടും കുറേ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കറണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്. അതിലൊന്ന്, നെവർ ഹാൻഡിൽ ദ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് ഓർ ഓപ്പറേറ്റ് സ്വിച്ചസ് വെൻ ഹാൻഡ്സ് ആർ വെറ്റ്. അതായത് നനഞ്ഞ കൈകൾ ഉപയോഗിച്ച് വൈദ്യുത ഉപകരണങ്ങൾ അല്ലെങ്കിൽ സ്വിച്ച് പ്രവർത്തിപ്പിക്കരുത്. ഓക്കെ. 2, ഇൻസേർട്ട് പ്ലഗ് പിൻസ് ഇൻ ടു സോക്കറ്റ് ആൻഡ് വിത്ഡ്രോ ദം ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. അതായത് സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം പ്ലഗിൻ്റെ പിന്നുകൾ സോക്കറ്റിൽ നിക്ഷേപിക്കുക, അല്ലെ സോക്കറ്റിൽ നിന്ന് വലിച്ചൂരുക. സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം. നമ്മളൊക്കെ ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ നമ്മൾ സ്വിച്ച് ഓണാക്കി വെച്ചിട്ട് ഊരും. അങ്ങനെ ചെയ്യുന്ന ഷോക്ക് ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. 3, ഡു നോട്ട് ഓപ്പറേറ്റ് ഡിവൈസസ് ഓഫ് ഹൈ പവർ യൂസിങ് ഓർഡിനറി സോക്കറ്റ്. അതായത് പവർ കൂടിയ ഉപകരണങ്ങൾ സാധാരണ സോക്കറ്റിൽ
വർക്ക് ചെയ്യിപ്പിക്കരുത്. അത് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടും, ഉപകരണങ്ങൾ കേടാവാൻ സാധ്യത കൂടും. ഓക്കെ. വിയർ റബ്ബർ ഫുഡ് വെയർ വൈൽ ഓപ്പറേറ്റിംഗ് ഇലക്ട്രിക് ഡിവൈസസ്. വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ റബ്ബർ ചെരുപ്പ് ധരിക്കുക. അത് നമ്മളെ ശരീരത്തിൽ കൂടെ വൈദ്യുതി ഒഴുകാനുള്ള സാധ്യത കുറക്കും. ഓക്കെ. ഡു നോട്ട് ടച്ച് ഇൻറ്റീരിയർ പാർട്സ് ഓഫ് കേബിൾ TV അഡാപ്റ്റേഴ്സ്. എൻഷുർ ദാറ്റ് ദർ ഇസ് എൻ ഇൻസുലേറ്റഡ് ക്യാപ്പ് ഫോർ അഡാപ്റ്റേഴ്സ്. അതായത് കേബിളിൻ്റെ അഡാപ്റ്റേഴ്സിൻ്റെ ഉൾഭാഗം നമ്മൾ എന്ത് ചെയ്യരുത്, ടച്ച് ചെയ്യരുത്. അത് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂട്ടും. അതുപോലെ ഡു നോട്ട് ഫ്ലൈ കൈറ്റ്സ് നിയർ ഇലക്ട്രിക് ലൈൻ. വൈദ്യുത ലൈനുകൾക്കരികെ എന്ത് ചെയ്യരുത്, പട്ടം പറത്തരുത്. ഡു നോട്ട് യൂസ് ടേബിൾ ഫാൻ ടു ഡ്രൈ ഹെയർ. മുടി ഉണക്കാൻ വേണ്ടി ടേബിൾ ഫാന് ഉപയോഗിക്കരുത്. നനഞ്ഞ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ടേബിൾ ഫാന് ഉപയോഗിക്കരുത്. എൻഷുർ ദാറ്റ് ദർ ഇസ് നോ ടോൾ ബിൽഡിംഗ് ഓർ ടോൾ ട്രീസ് നിയർ ഇലക്ട്രിക് ലൈൻ. വൈദ്യുത ലൈനുകൾക്ക് സമീപം ഉയരം കൂടിയ ബിൽഡിങ്ങോ ഉയരം കൂടിയ മരങ്ങളൊക്കെ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് വൺ, എൻഷുർ ദ മെയിൻ സ്വിച്ച് ആൻഡ് ELCB ആർ സ്വിച്ച്ഡ് ഓഫ് വെൻ മെയിൻ്റനൻസ് വർക്ക് ഈസ് ബീങ് ക്യാരിഡ് ഔട്ട് അറ്റ് ഹോം. അതായത് വീട്ടിൽ വൈദ്യുതിയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ELCB അതുപോലെ മെയിൻ സ്വിച്ചൊക്കെ ഓഫാണെന്ന് ഉറപ്പാക്കുക. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ. പ്രിക്കോഷൻസ് ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. അതായത് ഒന്ന്, ഡ്യൂറിങ് ലൈറ്റ്നിങ് അവോയ്ഡ് ഡൂയിങ് എനി വർക്ക് ദാറ്റ് വിൽ ബ്രിങ് യു ഇൻ കോൺടാക്ട് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്. അതായത് ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് വൈദ്യുതിയായി ബന്ധത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വൈദ്യുത ഉപകരണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ അത് കൂടുതൽ ഷോക്കിന് സാധ്യത ഉണ്ട്. രണ്ട്, ഡിസ്കണക്ട് ദ പ്ലഗ് ഫ്രം സോക്കറ്റ് വെൻ ദർ ഇസ് എ ചാൻസ് ഓഫ് ലൈറ്റ്നിങ്. ഇടിമിന്നൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇടിയും മിന്നലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉപകരണങ്ങളൊക്കെ പ്ലഗ് സോക്കറ്റിൽ നിന്ന് ഊരി വെക്കുക. ഓക്കെ. മൂന്ന്, ഡ്യൂറിങ് റെയിൻ ആൻഡ് വിൻഡ് ഇലക്ട്രിക് ലൈൻസ് ആർ ലൈക്ലി ടു ടച്ച് ദ ഗ്രൗണ്ട്. ദിസ് മേ കോസ് ഡേഞ്ചർ. വി ഹാവ് ടു ബി കോഷ്യസ് ഓൺ സച്ച് ഒക്കേഷൻസ്. അതായത് മഴയും കാറ്റൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ വൈദ്യുത ലൈന് പൊട്ടിയിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അത് അപകടത്തിന് കാരണമാവുന്നില്ല ഒരു അറിവ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. എന്നിട്ട് നമ്മളെ വർക്കൊക്കെ അതിനനുസരിച്ചാവണം. ഓക്കെ. ലാസ്റ്റ് വൺ, ഇഫ് വാട്ടർ എൻറ്റേഴ്സ് ഹോം ഡ്യൂ ടു ഫ്ലഡ്സ് ആൻഡ് അതർ റീസൺസ്, ഡിസ്കണക്ട് ഇലക്ട്രിക് കണക്ഷൻസ്. റീകണക്ട് ഇറ്റ് ഓൺലി ആഫ്റ്റർ എൻഷുറിങ് ദ മെയിൻ സ്വിച്ച് ആൻഡ് സ്വിച്ച് ബോർഡ് ആർ പെർഫെക്റ്റ്ലി ഡ്രൈ. അതായത് നമ്മൾ ഫ്ലഡോ അല്ലെ അതുപോലെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും, മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മെയിൻ സ്വിച്ചും ELCB ഒക്കെ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഈ ഓൺ ആക്കുന്നതിൻ്റെ മുമ്പ് ഈ സ്വിച്ച് ബോർഡും വയറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്, ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അതായത് വൈദ്യുതാഘാതമേറ്റ ആൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയല്ലേ വൈദ്യുത ഷോക്ക് ഏൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അയാളെ ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ വൈദ്യുതാഘാതം ഏറ്റ ഒരാൾക്ക്, ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷയാണ് പറയുന്നത്, ഫസ്റ്റ് എയ്ഡാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, റേസ് ബോഡി ടെമ്പറേച്ചർ ബൈ മസാജിങ്. അതായത് ശരീരം മുഴുവൻ തിരുമ്മി ചൂട് പിടിപ്പിക്കുക. ഷോക്ക് ഏറ്റാൽ അയാൾ ബോഡി ടെമ്പറേച്ചർ കുറയും, ബ്ലഡ് ക്ലോട്ട് ആവാൻ, രക്തം കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടി അയാളെ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കുക. രണ്ട്, ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അയാൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആ സമയത്ത് ശ്വാസം എടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. തേർഡ് വൺ, മസാജ് മസിൽസ് ടു ബ്രിങ് ദം ടു ദി ഒറിജിനൽ കണ്ടീഷൻ. അതായത് പേശികൾ തിരുമ്മി പൂർവ്വസ്ഥിതിയിലാക്കുക. അയാൾ പേശികളൊക്കെ ദൃഢമായി നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിരുമ്മി പഴയ സ്ഥിതിക്കാക്കുക. ഇനി ഫോർത്ത് വൺ, അപ്ലൈ പ്രഷർ ഓൺ ചെസ്റ്റ് റെഗുലർലി. അതായത് ഹൃദയം ഇടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും,
അപ്പോൾ ആ സമയത്ത് നമ്മൾ നെഞ്ചിൽ ക്രമമായ ഇടവേളയിൽ ശക്തമായി അമർത്തുക, ഹൃദയം നോർമൽ വർക്കിംഗ് ആവും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതൊക്കെ ചെയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയോ അല്ലെങ്കിൽ ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെട്ടിട്ട് അയാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എയ്ഡ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടെ നമ്മളെ തേർഡ് ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC DC, അതിൻ്റെ 2 ജനറേറ്റേഴ്സ്, AC ജനറേറ്റർ, DC ജനറേറ്റർ, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻഡക്റ്റേഴ്സും അതുപോലെ ട്രാൻസ്ഫോമർ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന മൂവിങ് കോയിൽ മൈക്രോഫോൺ, അതായത് ചലിക്കും ചുരുൾ മൈക്രോഫോണ്, ഗൃഹവൈദ്യുതീകരണം, പവർ ട്രാൻസ്മിഷൻ അതായത് പവർ പ്രേഷണം, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സേഫ്റ്റി മെഷേഴ്സ് ELCB, RCCB, അതുപോലെ MCB സേഫ്റ്റി ഫ്യൂസ്, അതിനുശേഷം 3-pin പ്ലഗ്, പിന്നെ ഷോക്ക് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത്. വളരെ സിമ്പിളാണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, പഠിക്കാൻ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഉഷാറാക്കി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.